നമ്മൾ ഇന്ന് ശബരിമലയിൽ കഴിഞ്ഞ ദിവസം നട തുറന്നു. അയ്യനെയൊക്കെ തന്നെ കാണുന്ന ഭക്തജന തിരക്ക് അവിടെ എത്തിയിരിക്കുകയാണ്. ഇന്ന് തന്ത്രിമാരെയൊക്കെ തന്നെ തിരഞ്ഞെടുത്തു. അതിൽ തന്ത്രി പറഞ്ഞൊരു പ്രധാനപ്പെട്ട പോയിന്റ് ഉണ്ട്. അയ്യനുള്ളത് അയ്യൻ തന്നെ നോക്കിക്കൊള്ളും, അയ്യപ്പൻ അതിനുള്ള കാര്യങ്ങളൊക്കെ ചെയ്തുകൊള്ളും എന്ന് പറയുന്നുണ്ട്. അതേ വിശ്വാസം തന്നെയാണ് ഇവിടെ എല്ലാവർക്കും ഉള്ളത്. ശബരിമല ഉടൻ തന്നെ പ്രശ്നപരിഹാരങ്ങൾ നടക്കും, പ്രശ്നം വെക്കും, അതിൽ മറ്റെന്തെങ്കിലും തടസ്സം കണ്ടാൽ അതിലുള്ള പോം വഴികൾ തേടും എന്നൊക്കെ പറയുന്നുണ്ട്. ഇന്നലെ നമ്മൾ കണ്ടതാണ്, നമ്മൾ ആദ്യമായിട്ടാണ് ഈ ദ്വാരപാലക ശില്പങ്ങളുടെ സ്വർണ്ണപ്പാളി ഇളക്കി മാറ്റിയതിനു ശേഷം അത് ഘടിപ്പിക്കുന്നത് ദൃശ്യങ്ങൾ കണ്ടത്. കാരണം അത് അങ്ങനെ തന്നെ വേണമെന്ന് ഹൈക്കോടതിയാണ് അറിയിച്ചത്. തുടർന്നാണ് അതങ്ങനെ ചെയ്യുന്നത്. ആദ്യം ഫിറ്റ് ചെയ്യുന്നു, എന്തോ ഒരു കുഴപ്പം കാണുന്നു, പിന്നീട് ഇളക്കുന്നു, വീണ്ടും ഫിറ്റ് ചെയ്യുന്നു, ഇളക്കുന്നു, അങ്ങനെ ഒരു ബുദ്ധിമുട്ട്. അപ്പോഴാണ് റിപ്പോർട്ട് വരുന്നത് എന്തോ മുൻപ് ഉള്ളതിനേക്കാൾ കൂടുതലാണ് ഇപ്പോൾ ഉള്ള സ്വർണം എന്നുള്ളത്. എന്തായിരുന്നു ആ ഉണ്ണികൃഷ്ണന്റെ പോറ്റിയെന്ന് വിളിക്കാൻ എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. ആ ഉണ്ണികൃഷ്ണന്റെ തൈര് ചോദിച്ച് പിണങ്ങി കിടക്കുന്ന ഉണ്ണികൃഷ്ണന്റെ ആ ഒരു വലിയൊരു മനസ്സ് എങ്ങനെയായിരുന്നു? എന്തായാലും ശ്രീജയുടെ ഇൻട്രോ നന്നായിരിക്കുന്നു. ഏതായാലും ശ്രീജ ഈ പറഞ്ഞതുപോലെ കൊണ്ടുപോയത് 22.833 ഗ്രാം സ്വർണം. തിരികെ വന്നപ്പോൾ അതിലും കൂടുതലുണ്ട്. അതായത് 9 ഗ്രാമിൽ പുറത്ത് സ്വർണം തിരികെ വന്നപ്പോൾ ഉണ്ട്. നേരത്തെ കുറവായിരുന്നു, പക്ഷെ ഉണ്ണികൃഷ്ണൻ പോറ്റി കുറച്ചധികം സ്വർണം ഇട്ടു എന്നൊക്കെയാണ് പറയുന്നത്. എന്നാലും അത് ഇളക്കിയപ്പോൾ എനിക്കൊരു ഡൗട്ട് തോന്നി, ഇതെന്താണ്? അപ്പോൾ കുറച്ച് കൂടുതൽ സ്വർണം ഉണ്ടെന്ന് പ്രശാന്ത് പറഞ്ഞപ്പോഴേ എനിക്ക് തോന്നി എന്തോ അതിലൊരു പന്തികേടുണ്ടല്ലോ. കാരണം കൊണ്ടുപോയതിൽ കുറയാനേ സാധ്യത. കാരണം നമ്മൾ ഉരുക്കി ഇപ്പം നമ്മൾ തന്നെ ഇപ്പോൾ ഒരു ഇത് കൊടുക്കുമ്പോൾ ചെമ്പ് കൂട്ടി വെക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും സ്വർണം ഇത് കൂടും, അളവ് കൂടും. ഇനി കുറയ്ക്കുവാണെങ്കിലോ അത് കുറയുകയും ചെയ്യും. പക്ഷേ എത്രയെന്ന് പറഞ്ഞാൽ ഇത്രത്തോളം കൂടുതൽ വരത്തില്ല. മിനിമം അല്ലെങ്കിൽ അത്രയും എന്തായാലും സ്വർണം കൂടുതൽ എന്തായാലും ആരും കൊണ്ടൊന്നും കൊടുക്കത്തില്ല. ഉണ്ണികൃഷ്ണൻ പോറ്റി കൊടുക്കുന്ന സ്വർണത്തിന്റെ എങ്ങനെ കുറയ്ക്കാം എന്നുള്ളതേ നോക്കൂ. കാരണം ചെമ്പ് കൂട്ടിയത് അതിൽ തന്നെ ഒരു മിസ്റ്റേക്ക് ഉണ്ട്. ഇനി ചെമ്പാണോ എന്നുള്ളത് എന്തായാലും ഒരു 3-4 മാസം കഴിഞ്ഞ് ഇപ്പം വൃശ്ചിക മാസം വരുന്നുണ്ടല്ലോ, ഭക്തരൊക്കെ തൊഴുമ്പോഴും പിടിക്കുമ്പോഴും ഒക്കെ ഒരു പക്ഷെ അവിടെ ആ ഭാഗത്ത് ചെമ്പ് തെളിയുമോ എന്നുള്ളത് നമ്മൾ ഇനിയിപ്പോൾ എന്തായാലും കുറച്ചധികം പ്രേക്ഷകരുടെ അല്ലെ വിശ്വാസികളുടെ ശ്രദ്ധ അതിലേക്കായിരിക്കും. ഒരു കാരണവശാലും ഭക്തർ അതിനെ ആ പരിസരത്തേക്ക് കടത്തി വിടില്ലല്ലോ. ശ്രീജ ശരിക്കും ഇതിൽ മൊത്തം ചെമ്പാണ്. ഇതിപ്പോൾ കണ്ടെത്തി. ഇതിപ്പം ഈ സുതാര്യത കാണുമ്പോൾ തന്നെ അറിയാം, അങ്ങ് ഓവർ സുതാര്യതയാണ് ഇപ്പോൾ കാണിക്കുന്നത്. ഞെർക്കെടുപ്പ് നടത്തുന്നതൊക്കെ ഓരോരുത്തരുടെ പേരൊക്കെ കാണിച്ച്, കാരണം അവർക്കറിയാം ഇനി ഇത് കയ്യിൽ നിൽക്കുന്നില്ല ഇപ്പോൾ തന്നെ. ഇനി ഇതിലെങ്കിലും ഈ ഒരു വൃശ്ചിക മാസം എന്ന് പറയുമ്പോൾ നിലവിലുള്ള ദേവസ്വം ഗ്യാങ്ങിന്, ദേവസ്വം പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള നിരവധി പേർക്ക്, ഉദ്യോഗസ്ഥർക്ക് അടക്കം ഇതൊരു വല്ലാത്ത ക്രിട്ടിക്കൽ സിറ്റുവേഷനാണ്. അപ്പം അതുകൊണ്ട് കുറച്ച് അധികം സുതാര്യത കാണിക്കും. ആ അധികം സുതാര്യത കാണിക്കുമ്പോഴാണ് കൂടുതൽ കള്ളം നമുക്ക് മനസ്സിലാവുന്നത്. കാരണം ഈ ഒരു സ്വർണം കൂടുതലുണ്ട് എന്ന് പറഞ്ഞപ്പം തന്നെ അതിലൊരു മിസ്റ്റേക്ക് ഉണ്ട്. ഏതായാലും ഇപ്പോൾ അമിക്കസ് ക്യൂറി ഉൾപ്പെടെ പരിശോധിച്ചല്ലേ വെച്ചേക്കാം. എന്തായാലും ഫിറ്റ് ചെയ്ത് അവിടെ ഇരിക്കട്ടെ. എന്തായാലും ബാക്കിയുള്ള കള്ളനെ കൊണ്ടുവരുമ്പോൾ ദ്വാരപാലക ശില്പം നന്നായിട്ട് ഗോൾഡിലൊക്കെ നമുക്ക് കാണാം. എന്തായാലും അത് അവിടെ നിൽക്കട്ടെ. ഇനി ഉള്ളത് അയ്യപ്പന് ഇരിക്കട്ടെ. ഇനി അത് എടുക്കാതെ ഇരുന്നാൽ മതി. അല്ല, 4 മാസം കഴിയുമ്പോൾ അത് ചെമ്പ് തെളിഞ്ഞ് വരുന്ന കാണാം. ഇതിൽ ഇന്നിപ്പോൾ ഒരു ബ്രേക്കിംഗ് ന്യൂസ് വന്നിരിക്കുകയാണ്. ഈ ദ്വാരപാലക ശില്പം മാത്രമല്ല, അത് പോയി. അതെങ്ങോട്ടാണ് പോയെന്ന് അറിഞ്ഞൂടാ. ആ പാളി 14 പാളിയില്ല. വാതിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയാണ് നിർമ്മിച്ചതെന്ന് പറയുന്നു. പക്ഷേ ഈ വിജയമലി കൊടുത്ത വാതിൽ ഇപ്പോൾ കാണാനില്ല. അത് സ്ട്രോങ് റൂമിൽ, ശബരിമല സ്ട്രോങ് റൂമിലുണ്ടെന്ന് പറയുന്നു, ആറന്മുളയിലുണ്ടെന്ന് പറയുന്നു. പക്ഷെ ഇവിടെ എങ്ങും അത് കാണുന്നില്ല. ഇപ്പോൾ അത് ഒരു പക്ഷേ വിജിലൻസ് അന്വേഷണത്തിൽ കണ്ടെത്തിയിരുന്നെങ്കിലും ഇപ്പോൾ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ റിപ്പോർട്ടിലും ഇത്തരത്തിൽ വന്നിരിക്കുകയാണ്. അത് പോറ്റിയുടെ മൊഴിയെടുപ്പുമായിട്ട് ബന്ധപ്പെട്ട് ആ ഒരു വിജയമല്യ കൊടുത്ത ഒറിജിനൽ വാതിലും ഇപ്പോൾ പോയിരിക്കുന്നു. മറ്റേ ദ്വാരപാലക ശില്പമായിരുന്നു ഒറിജിനൽ വാതിൽ. അത് ഏകദേശം ഒരു 2.51 കിലോഗ്രാം വരും. അതും പോയി. അപ്പോൾ പിന്നീട്, അതായത് 2018 പുതിയ ഒരു വാതിൽ നിർമ്മിക്കാൻ വേണ്ടി അന്നത്തെ ദിവസം ഉത്തരവിടുകയും ആ ഉത്തരവിൻ്റെ ഫലമായിട്ട് 2018 ആരെ ചുമതലപ്പെടുത്തി? പോറ്റിയെ ചുമതലപ്പെടുത്തി. സ്വാഭാവികം. പോറ്റിയുടെ സ്പോൺസർഷിപ്പിൽ പോറ്റി ആളിനെ കണ്ടെത്തി പുതിയ വാതിൽ നിർമ്മിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞു. പക്ഷെ ഈ പഴയ വാതിൽ മഹസർ രേഖപ്പെടുത്തിയത് പ്രകാരം മുരാരി ബാബുവിനെയാണ് ഏൽപ്പിച്ചിരുന്നത്. പക്ഷേ മുരാരി ബാബു ഈ വാതിൽ സ്ട്രോങ് റൂമിൽ എവിടെയാണ് വെച്ചതെന്ന് ചിലപ്പോൾ മറന്നുപോയതായി, ഇച്ചിരി മറന്നതായിരിക്കും. ഇനി അത് കണ്ടെത്തണം. ശബരിമല പോലെ വിശാലമായി കിടക്കുകയാണല്ലോ സ്ട്രോങ് റൂം, അതുകൊണ്ട് പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ 2018 ഓഗസ്റ്റിലാണ് ഈ ഒരു ഉത്തരവ് ഇറക്കിയിരിക്കുന്നത്. ഈ ഉത്തരവ് കൊടുത്തത് പ്രകാരമാണ്. പക്ഷെ ആ ഉത്തരവില്ല. പക്ഷെ ഇത് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് വാതിൽ നിർമ്മിക്കാനുള്ള ഉത്തരവ് കൊടുത്തുകൊണ്ട് മറ്റേത് ഇളക്കിയത് മഹസർ ഇതിപ്പോൾ കാണാനില്ല.
അതില്ല. അപ്പം വിജയമല്ലി അന്ന് പണി കഴിപ്പിച്ച സ്വർണ്ണവാതിൽ അവിടെയും പോയി. അപ്പം ഈ ദ്വാരപാലക ശില്പം വിജയമല്ലിയുടെയും പോയി, ഈ വാതിലും പോയിരിക്കുകയാണ്. ഇതിപ്പം ഉണ്ണികൃഷ്ണൻ പോറ്റി പണി കഴിപ്പിച്ചിട്ടുള്ള പുതിയ സ്പോൺസർഷിപ്പിൽ വഴിയുള്ള പുതിയ ദ്വാരപാലക ശില്പവും വാതിലുമാണ് നിലവിലുള്ളത്. ഇനി വാതിലിനി എത്രമാത്രം ചെമ്പ് തെളിയുമെന്നുള്ളത് കണ്ടറിയാം. അപ്പം അതിപ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റി പറഞ്ഞിരിക്കാം. ഇനിയിപ്പോൾ നേരെ മുരാരി ബാബുവിനെ പിടിക്കണം. അപ്പോൾ ഇത് ഉണ്ണികൃഷ്ണൻ പോറ്റി പറഞ്ഞിരിക്കുന്നത് ഇത് ദ്വാരപാലക ശില്പത്തിൻ്റെ കാര്യം അദ്ദേഹം ഏറ്റെടുത്തിട്ടുണ്ട്. അത് ഞാൻ വിറ്റ് എനിക്കധികം ഒന്നും കിട്ടിയില്ല. ഞാൻ വീതം വെച്ച് കൊടുത്തപ്പോഴത്തേന് എനിക്ക് ചെറുതായേ കിട്ടിയുള്ളൂ. അല്ല, അതുപോലും കിട്ടിയില്ലെന്ന് പറയുന്നത്. അപ്പോൾ വീതം വെച്ച് കൊടുത്തപ്പോൾ എനിക്ക് കുറച്ചേ കിട്ടിയുള്ളൂ. അപ്പോൾ ആർക്കൊക്കെ വീതം വെച്ച് കൊടുത്തിട്ടുണ്ടെന്നുള്ളത് കൃത്യമായിട്ട് ഇനിയിപ്പോൾ പറയുമ്പം ഇത് ഇങ്ങനെ ഓരോന്ന് ഇങ്ങനെ വരാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ 2019 മുതലാണ് ഈ സംഗതികൾ, 18 മുതലാണ് ഈ സംഗതികൾ നടക്കുന്നത്. അതായത് 2018 മുതൽ വാതിലെടുക്കുന്നു. അപ്പോൾ അതൊരു ഇതായി, ഓക്കെ ആയി, അതെടുത്തല്ലോ, പൊക്കിയെടുത്ത് വാതിൽ മാറ്റി പുതിയ വാതിൽ വന്നു. അതായത് ഇവിടെ ഒരു സംശയം ഞാൻ ചോദിക്കുകയാണ്. നമ്മൾ ഈ കിലോ കണക്ക് കൂടുതലാണെന്നല്ലേ ഇപ്പൊ പറയുന്നത്? അതെ. ഒരു ക്രമക്കേട് എന്ന് പറയുമ്പോൾ കുറഞ്ഞാലും ക്രമക്കേടാണല്ലോ, കൂടിയാലും ക്രമക്കേടാണല്ലോ. കൂടേണ്ട ആവശ്യമില്ല, കുറയേണ്ട ആവശ്യമില്ല, കൃത്യമായ കണക്ക്, അതല്ലേ? അതാണ്. ഇനി അത് തീർച്ചയായിട്ടും അത് വലിയ വിശാല മനസ്കതയായിട്ട് നമുക്ക്. ഞാനൊന്ന് ചോദിച്ചോട്ടെ, ഇപ്പം ചിലവർ ഗൾഫിൽ നിന്നൊക്കെ വരുമ്പം ചെറിയ കോയിനുകള് അല്ലെങ്കിൽ നമ്മൾ തന്നെ കോയിനുകളൊക്കെ വാങ്ങിയിട്ട് 1 പവൻ്റെ കോയിൻ, നമുക്കൊരു ഉദാഹരണമുണ്ട്, 1 പവൻ്റെ കോയിൻ നമ്മളൊരു തട്ടാൻ്റെ കയ്യിൽ കൊടുക്കുന്നു. അല്ലെങ്കിൽ സ്വർണ്ണപ്പണി ചെയ്യുന്ന ആളിൻ്റെ കയ്യിൽ നമ്മൾ കൊടുത്തിട്ട് പറയുന്നു 1 പവൻ്റെ മോതിരം എനിക്ക് നിർമ്മിച്ച് തരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പക്ഷേ അപ്പോൾ ആൾ പറയും ഈ 1 പവൻ്റെ ഈ സ്വർണ്ണം എന്ന് പറയുന്ന കറക്റ്റ് സ്വർണം ചേരുമ്പം അതിന് കട്ടി വരത്തില്ല. അപ്പോൾ കുറച്ചും കൂടെ ഇതായിട്ട് ചെമ്പ് ഇതാക്കി തരും. അപ്പോൾ അവർ തൂക്കിയിട്ട് പറയും ഇത്ര ഇതും കൂടെ ചെമ്പും കൂടെ ചേർത്ത് ഇത്ര ഇതായിട്ട് നമുക്ക് പണി കഴിപ്പിക്കാൻ പറ്റും, ഇത്ര ഇതിൻ്റെ നമുക്ക് കിട്ടും എന്നുള്ളത് നമുക്ക് അവർ പറഞ്ഞു തരും. കൃത്യമായിട്ട് അത് നമ്മുടെ കൈകളിൽ എത്തുകയും ചെയ്യും. അപ്പം ഉണ്ണികൃഷ്ണൻ പോറ്റി കൊണ്ടുപോയതിൻ്റെ അധികം വരാൻ സാധ്യത, കാരണം അതിൽ നിന്ന് എല്ലാം തേഞ്ഞു മാഞ്ഞു പോയിട്ടുണ്ട്. എല്ലാം തേഞ്ഞു മാഞ്ഞു പോയതാണല്ലോ കൊണ്ടുവന്ന് കൂടുതൽ ചേർക്കാൻ വേണ്ടി പോയത്. ആ കൂടുതൽ ചേർക്കാൻ വേണ്ടി പോയതിൽ പിന്നെ അതിലും കൂടുതൽ എങ്ങനെയാണ് വരുന്നത്? ഉണ്ണികൃഷ്ണൻ പോറ്റിയെ മറ്റേ മരം കുലുക്കുന്ന അതോ ഈ സ്പോൺസർ കൊടുത്ത എന്തായാലും അദ്ദേഹം ഉള്ളത് അടിച്ചു മാറ്റാൻ ഇരുന്ന അദ്ദേഹം കൂടുതൽ കൊടുക്കാൻ സാധ്യതയില്ല. അപ്പം നിലവിലുള്ളതിനകത്ത് പൂശാനേ പറ്റത്തുള്ളൂ. അപ്പം അവിടെ തന്നെ ഈ സുതാര്യതയിൽ തന്നെയുണ്ട്. നമ്മൾ എത്രയെന്ന് പറഞ്ഞാലും സ്വർണം ഒരു മില്ലി പോലും ഇന്നത്തെ കാലത്ത് ആരും പൂശി കൂടുതൽ തരത്തില്ല. ഈ ഇവിടെ കൊടുത്ത സ്മാർട്ട് ക്രിയേഷൻസ് എന്ന് പറയുന്ന അവിടെ കൊടുത്തിട്ടുണ്ടെങ്കിൽ അവർ 1 ഗ്രാം എങ്ങനെ ഊറ്റി കൂടുതൽ ചെമ്പ് ചേർക്കാമെന്നുള്ളതേ നോക്കൂ. പക്ഷെ ഇത് പോലും കൂടുതൽ കൊടുക്കില്ല. അപ്പോൾ അവിടെ നമുക്കത് മനസ്സിലായി, അത് തട്ടിപ്പാണ്, ഇതും തട്ടിപ്പാണ്. ഇനിയിപ്പോൾ എന്ത് തന്നെ ആയിക്കോട്ടെ ശ്രീജ, വൃശ്ചിക മാസം വരായിരിക്കുന്ന കലിയുഗ വരതിന് എന്താ പറയുക, ഉള്ള ദ്വാരപാലക ശില്പം അവിടെ ഇരിക്കട്ടെ, പക്ഷെ പോയത് കണ്ടെത്തണമല്ലോ. അല്ല, ഇത് നമുക്ക് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ദ്വാരപാലക ശില്പവും വേണ്ട, വാതിലും വേണ്ട, വിജയമല്ലി കൊടുത്ത വാതിലും ദ്വാരപാലക ശില്പവും ഒക്കെ എങ്ങ് കിട്ടിയാൽ മതി. താഴിക കുടം പോയി, പിന്നെ മേൽക്കൂര പോയി, ഇതെല്ലാം കൂടെ എവിടെ നിന്ന് കണ്ടുപിടിച്ചാൽ മതി. ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ഒന്നും വേണ്ട, മറ്റേ വിജയമല്ലിയുടെ മതി. അതിപ്പോൾ കാണുന്നില്ല. ഇപ്പൊ വിജയമല്ലിയ കൊടുത്ത വാതിലും കാണുന്നില്ല, ദ്വാരപാലക ശില്പവും കാണുന്നില്ല. ദ്വാരപാലക ശില്പം വി.ഡി. സതീശൻ പറഞ്ഞുകൊണ്ട് ആർക്കോ ധനിയാട്ടിന് കൊടുത്തു. അപ്പോൾ വാതിൽ ഇനി ആർക്ക് കൊടുത്തു? മുരാരി ബാബുവിനാണ് കൊടുത്തിരിക്കുന്നത്. മുരാരി ബാബുവിൻ്റെ ഇനി പിടിച്ചെങ്കിലേ ഇത് എവിടെ ഉണ്ടെന്ന് കണ്ടെത്താൻ പറ്റൂ. ഈ പുതിയ വാതിൽ ആര് നിർമ്മിച്ചത്? ഉണ്ണികൃഷ്ണൻ പോറ്റി നിർമ്മിച്ച വാതിൽ, സ്പോൺസർഷിപ്പിൽ. അപ്പോൾ ഇതിനകത്ത് എന്താ പറയുന്നത്, മൊത്തത്തിൽ വെട്ടിപ്പും തട്ടിപ്പും മാത്രമേ ഉള്ളൂ. അത് ഇന്ന് മേൽശാന്തി, ഇപ്പോൾ പ്രസാദ് ED ആണ് മേൽശാന്തിയായിട്ടും മനു നമ്പൂതിരിയാണ് മാളികപ്പുറം മേൽശാന്തിയായിട്ടും വന്നിരിക്കുന്നത്. പ്രസാദ് ED എന്ന് പറയുന്ന ആ തന്ത്രിയോട് ചോദിച്ചപ്പോൾ പറഞ്ഞ എൻ്റെ എല്ലാ കണ്ണുകളും വിജിലൻ്റായിട്ട് ഇരിക്കേണ്ടുന്നതാണ്, അത് എവിടെയാണെങ്കിലും വേണം, ശബരിമലയിൽ കുറച്ചധികം വേണം എന്നുള്ളത്. കാരണം ഒരു പക്ഷേ ഇപ്പോഴത്തെ ഈ ഒരവസ്ഥയിൽ 2 പേർക്കും വലിയ സ്ട്രെസ് അനുഭവപ്പെടാൻ സാധ്യതയുണ്ട്. എന്തെങ്കിലും ഒന്ന് നഷ്ടപ്പെട്ടു പോയാൽ ഒരു പക്ഷെ അവരുടെയും കൂടെ പേരിലാവും. നഷ്ടപ്പെടുക മാത്രമല്ല, ഇതിനകത്ത് കള്ളത്തരം നടന്നു കഴിഞ്ഞാൽ പുറത്ത് പറയാനുള്ള വിജിലൻ്റ് ആയിരിക്കും. അല്ല, ഇതില് ഞാൻ അറിഞ്ഞിടത്തോളം ഇതിൽ 1-2 ഇപ്പൊ ദേവസ്വം ബോർഡിലുള്ള ഉദ്യോഗസ്ഥരെ അടക്കം ഇവർ പൂട്ടുമ്പോൾ വാസുവിന്റെ പേരിൽ ആദ്യം വന്നില്ലല്ലോ, ഇപ്പൊ വാസുവിനെ പൊക്കിയെടുക്കുന്നുണ്ടല്ലോ.
അപ്പോൾ ഇതിനകത്ത് അറിയാണ്ട് പെട്ടുപോയവരും ഉണ്ട്. അപ്പോൾ അവരുടെയൊക്കെ കണ്ണ് വെട്ടിച്ച് ഒരു പക്ഷേ ഈ സ്ത്രീ പ്രവേശന സമയത്ത് തന്നെയാണ് ഇത്തരത്തിൽ തട്ടി എടുത്തുകൊണ്ട് അടിച്ചു മാറ്റിക്കൊണ്ട് പോയത്. അപ്പം ഈ സ്ത്രീ പ്രവേശന സമയത്ത് അല്ലെങ്കിൽ ആ ഒരു സന്ദർഭത്തിൽ ശബരിമലയിൽ അത്തരത്തിലൊരു മോഷണം, കാരണം എല്ലാവരുടെയും കണ്ണുകൾ ശബരിമലയിലായിരുന്ന സന്ദർഭത്തിൽ ഇത്രയും മോഷണം നടത്തിയിട്ടുണ്ടെങ്കിൽ ആരുടെയും കണ്ണുകൾ പതിക്കാത്ത സന്ദർഭത്തിൽ എന്തെല്ലാം നടത്തിയിട്ടുണ്ട്. 2018 ഇതെടുത്തപ്പോൾ കുഴപ്പമില്ല എന്നൊരു കോൺഫിഡൻസ് അവിടെ ഉണ്ടായതിന് ശേഷമാണ് വീണ്ടും 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 ഇവർ ആവർത്തിച്ചുകൊണ്ട് ഈ 8-9 കൊല്ലം ആവർത്തിച്ചുകൊണ്ടിരുന്നത്. ഇത് പിടിക്കപ്പെടില്ല എന്നുള്ളതാണ്. കാരണം പിടിക്കപ്പെടില്ല എന്നുള്ള ഓവർ കോൺഫിഡൻസ് ഉണ്ണികൃഷ്ണൻ പോറ്റി ആദ്യം മാധ്യമങ്ങളുടെ മുമ്പിൽ കാണിച്ചു. കാരണം പോറ്റിക്കറിയാം എനിക്കത് പെട്ടെന്ന് ഓർമ്മ വരുന്നത്, വീട്ടിൽ എൻ്റെ അനിയൻ അമ്മയില്ലാത്ത സമയത്ത് ഉള്ള പഞ്ചസാരയും ശർക്കരയൊക്കെ മുട്ടിച്ച് എന്തെങ്കിലുമൊക്കെ കുറുക്കുണ്ടാക്കിയിട്ട് അവൻ കഴിക്കുന്ന നേരത്തെ ഒരു സ്പൂൺ എനിക്ക് തരും. പറയാതിരിക്കുക, ഒരു സ്പൂൺ എനിക്ക് തരും. അപ്പം വരുമ്പോൾ അമ്മ ഇത് കൈയോടെ പൊക്കിയിട്ട് അമ്മ ചോദിക്കും ഇത് ആരാ ഉണ്ടാക്കിയത് എന്ന് ചോദിക്കുമ്പം ഞാൻ പറയാം അവനെ ഉണ്ടാക്കിയത്. നീ കൂടി പറഞ്ഞിട്ടല്ലേ ഉണ്ടാക്കിയത്, നിനക്ക് ഞാൻ തന്നില്ലേ, എനിക്ക് എന്തെങ്കിലും കിട്ടിയത് ഇത്രയാണ്. അപ്പം അതുകൊണ്ടാണ് ഇതിൻ്റെ കീഴേ ഉള്ള ഉദ്യോഗസ്ഥർക്ക് എല്ലാവർക്കും ഇതിൻ്റെ ഒരു ഭാഗം കൊടുത്തു. ഒരെണ്ണത്തിൻ്റെ തുറക്കാതിരിക്കാൻ വേണ്ടി ഉണ്ണികൃഷ്ണൻ പോറ്റിയും ഇതിൻ്റെ മുകളിലുള്ള ആൾക്കാരും എല്ലാം എന്താ പറയുക ആ ഒരു മതിൽ കെട്ടിയിട്ടേക്കും. അതുപോലെ തന്നെയാണ് ഈ പറയുന്ന പോലെ തന്നെ ഈ കഴിഞ്ഞ ജനുവരിയിലായിക്കോട്ടെ, ഈ ജനുവരി മാസം തന്നെ ഏകദേശം ഒരു 10 ലക്ഷം രൂപ ഈ അന്നദാനത്തിനും അല്ലാതെയും ഒക്കെ അവിടെ ചെലവഴിച്ചു എന്നാണ് പറയുന്നത്. കഴിഞ്ഞ വർഷങ്ങളിൽ പല മാസങ്ങളിലായിട്ട് ഇത്തരത്തിൽ ഓരോ ലക്ഷക്കണക്കിന് രൂപ അവിടെ ചെലവാക്കും. അതായത് ഓരോ സ്പോൺസർ ചെയ്യുന്ന അന്നദാനത്തിന് വാങ്ങിക്കും 6 ലക്ഷം രൂപ വാങ്ങിക്കും, ചിലപ്പോൾ 10 ലക്ഷം ആയിരിക്കും ഇടുന്നത്, 6 ലക്ഷം അന്നദാനമൊക്കെ ചെയ്യുന്നുണ്ട് പോറ്റി, അതൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. അത് കൃത്യമായിട്ട് ചെയ്യും. എന്നിട്ട് ബാക്കി കീശയിലാക്കും. അത് പോറ്റി മാത്രമല്ല ബാക്കിയുള്ള എല്ലാവരും കൂടെ ചേർത്ത്, പോറ്റി ഒറ്റയ്ക്ക് എടുത്തിട്ടില്ല. അതുകൊണ്ടാണ് ആ കോൺഫിഡൻസ് പുള്ളിക്ക് ആദ്യം. ഒരു തുക സംഭാവനയെ തരുന്ന ഒരാളെ പിണക്കാൻ അവിടെ ദേവസ്വത്തിന് തയ്യാറല്ലായിരുന്നു. അത് തന്നെയാണല്ലോ ഇതിനൊക്കെ തന്നെ ശ്രീജ ഇതിലൊന്നും മനസ്സിലാക്കണം. 2018 സ്ത്രീ പ്രവേശനവുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന സമയത്താണ് ഈ ശില്പങ്ങളെല്ലാം എടുത്തുകൊണ്ട് പോകുന്നത്. അത് ദേവസ്വം മന്ത്രിയോ മുഖ്യമന്ത്രിയോ പ്രത്യേകിച്ച് CPM-ലെ പ്രധാനപ്പെട്ട വ്യക്തികൾ അറിയാണ്ട് അവിടുന്ന് ഒരു സാധനം എടുക്കാൻ പറ്റില്ല. കാരണം വലിയ പ്രതിഷേധം നടന്നുകൊണ്ടിരിക്കുമ്പോൾ അങ്ങനെ ഒരു കള്ളത്തരം ചെയ്യാൻ അവർക്ക് പറ്റില്ല. ദേവസ്വം ബോർഡിൽ തന്നെ അത്തരത്തിലുള്ള ഒരു കള്ളത്തരം ഉണ്ടെങ്കിൽ ഈ ഒരു വിഷയം നിൽക്കുമ്പോൾ മറ്റെന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ അതും കൂടെ ഒരു പക്ഷേ ഭരണത്തിനെ ബാധിക്കാൻ സാധ്യതയുള്ളതുകൊണ്ട് അവരത് ഭയങ്കര വിജിലൻ്റ് ആയിട്ടിരിക്കും. അപ്പോൾ അങ്ങനെ ആ ഒരു സന്ദർഭത്തിൽ എങ്ങനെയാണ് മുഖ്യമന്ത്രിയും കടകംപള്ളിയൊക്കെ അറിയാണ്ട് എങ്ങനെയാണ് ആ സ്വർണ്ണം മോഷണം പോകുന്നത്? ഒന്ന് നമുക്ക് ലോജിക്കായിട്ടൊന്ന് ചിന്തിക്കാവുന്ന ഒരു സംഗതിയേ ഉള്ളൂ. അപ്പോൾ അന്ന് മുഖ്യമന്ത്രിയുടെ പോലീസ്, അതായത് 24 മണിക്കൂറും പോലീസിൻ്റെ സുരക്ഷാ വലയത്തിലുള്ള ആ ശബരിമലയിൽ ഇത്തരത്തിൽ ഒരു ചേഞ്ച്, അതായത് ആദ്യം പോയത് വാതിലാണ്, ആദ്യം പോയത് ദ്വാരപാല ശില്പമല്ല, ഇന്നത്തെ ബ്രേക്കിംഗ് വന്നിരിക്കുകയാണ്, വാതിലാണ് പോയിരിക്കുക. ആ പഴയ വാതിൽ എടുത്ത് മാറ്റുന്നു, പുതിയ വാതിലിന് വേണ്ടിയിട്ട് ഉത്തരവ് കൊടുക്കുന്നു. ആർക്ക്? പോറ്റിക്ക് ഉത്തരവ് കൊടുക്കുന്നു. ആ വാതിൽ സ്ട്രോങ് റൂമിലല്ല വെച്ചേക്കുന്ന, ആറന്മുളയിലാണെന്ന് പറയുന്നത് അവിടെയല്ല. പിന്നെ ഇതെങ്ങോട്ട് പോയി? മുരാരി ബാബുവിൻ്റെ കൈ കൊടുത്തിരിക്കുന്ന അറിഞ്ഞൂട. പിന്നെയാണ് അടുത്ത ഘട്ടത്തിൽ ദ്വാരപാലക ശില്പം എടുക്കുന്നത്. ദ്വാരപാലക ശില്പം എടുക്കുന്നു, അതും ഇതേപോലെ അടിച്ചു മാറ്റി കൊണ്ടുപോകുന്നു. ഇതെല്ലാം പുതിയതായിട്ട് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ സ്പോൺസർഷിപ്പിൽ 30 കിലോ സ്വർണത്തിന് പകരം ബാക്കി കുറേശ്ശെ സ്വർണം പൂശി മാത്രം വെച്ചിരിക്കുകയാണ്. പിന്നെ നമ്മൾ ഒന്ന് ചിന്തിക്കുക, നമ്മൾ ഈ 1 ഗ്രാം തങ്കത്തിൽ പൊതിഞ്ഞ ഇതുണ്ട്, അത് അവർ പറയുന്നതാണ്. നമുക്കിത് ഉരച്ചു നോക്കി 1 ഗ്രാം ചുരണ്ടി എടുക്കാൻ അറിയത്തില്ല. ഇപ്പൊ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി ഇവർ പറയുന്ന തൂക്കം 22 ഇതെന്ന് പറയുന്നു. പക്ഷേ ഇത് അത്രയും ഗ്രാം അല്ലെ അത്രയും പവനായിട്ടുള്ള തൂക്കം ഉണ്ടോ എന്നുള്ളത് ഇനി മൊത്തത്തിൽ ഉരുക്കിയെടുത്തെങ്ങനെ നമുക്കറിയാൻ പറ്റും. അതുകൊണ്ട് ഇവർ പറയുന്നത് നമ്മൾ വിശ്വസിക്കുക, അതേ നമുക്ക് പറയാൻ പറ്റൂ. കാരണം ഇതിൻ്റെ പുറത്ത് ഈ പ്ലേറ്റ് ഇത് ചെയ്തേക്കെയാണ്. അതുകൊണ്ട് ഇതൊരിക്കലും കണ്ടുപിടിക്കാൻ പറ്റത്തില്ല. ഇതിനകത്ത് എത്ര ചെമ്പുണ്ട്, ഇത്ര സ്വർണ്ണം ഉണ്ടെന്ന് അറിയത്തില്ല. ചില ജുവലറിയൊക്കെ കള്ളത്തരം കാണിക്കുന്ന കണ്ടിട്ടില്ലേ? സ്വർണ്ണം ചെമ്പ് കൂടുതൽ ചേർത്തിട്ട് സ്വർണ്ണം ഇത് ചെയ്യും. ഇപ്പം ഇത് ചേർക്കണം, 916-ന്റെ ഹോൾമാർക്ക് ചേർക്കണം. ഹോൾമാർക്ക് ചേർക്കാത്തത് എടുക്കത്തില്ല. ഹോൾമാർക്ക് ഉണ്ടെങ്കിൽ നമുക്കറിയാതെ അവിടുന്ന് അവർ ഇത് ചെയ്ത് നോക്കി എടുക്കുന്നതാണ്. കാരണം അവർക്ക് കുറച്ച് നോക്കിയിട്ട് അവരതിൻ്റെ മെഷീൻ ഇത് ടെസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ അറിയാം എത്രയാണെന്നുള്ളത്. പക്ഷെ ചെമ്പ് അധികം ഉണ്ടെങ്കിൽ അത് മനസ്സിലാവും. അതുകൊണ്ട് തന്നെ ഇതിനകത്ത് എത്ര ചേർത്തേന്നുള്ള അറിയത്തില്ല.
നമുക്ക് എത്രമാത്രം അതിനകത്ത് ചേർത്തു എന്നുള്ളത് കൃത്യമായിട്ട് നമുക്ക് പറയാം. മിക്സിങ് അല്ലേ, ചെമ്പ് ഇതും കൂടെ മിക്സിങ്, എത്രമാത്രം ഉണ്ട് സ്വർണ്ണം, എത്രമാത്രം ചെമ്പുണ്ട് എന്നുള്ളത് കണ്ടുപിടിക്കാൻ കുറച്ച് പ്രയാസമായിരിക്കും. ഇത്തരത്തിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി ഈ 30 കിലോ സ്വർണം വിജയമല്യ കൊടുത്തു എന്ന് പറഞ്ഞ് ഇപ്പോൾ ഇതെല്ലാം കൂടെ ചേർത്ത് എത്ര കിലോ ഉണ്ടെന്ന് പോലും നമുക്ക് കൃത്യമായിട്ട് നമുക്കറിയത്തില്ല. ഇതിനിടയ്ക്ക് പല സ്പോൺസേഴ്സ് പല തവണ പല രീതിയിൽ വാതിലും ഇതുമൊക്കെ സ്വർണം പൂശാൻ വേണ്ടി വാങ്ങിയിട്ടുണ്ട്. അത് ആരൊക്കെയാണെന്നുള്ളത് നമുക്കറിയത്തില്ല. ഇനി നമുക്ക് കസ്റ്റഡിയിലുള്ള ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കുറിച്ച് സംസാരിക്കാം. പോറ്റിക്ക് തൈരില്ലാതെ ഇറങ്ങില്ല എന്നാണ് പറയുന്നത്. അതായത് അതറിഞ്ഞ വീട്ടമ്മ അച്ചാറും മുച്ചാറും പോലീസാണോ അല്ലയോ എന്ന് നോക്കിയില്ല, തകർത്തു എന്നാണ് പറയുന്നത്. അതായത് തൈരില്ലാതെ ഉറങ്ങില്ല ആശാൻ എന്ന് പറയുന്നത്. എന്തായാലും നമുക്ക് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കുറിച്ച് നമുക്ക് അല്ല, ഇത് ഇന്നിപ്പോൾ പറഞ്ഞതുപോലെ മറ്റേ പ്രസാദ് പറഞ്ഞതുപോലെ സവർണർ എന്ന് പറയുമ്പോൾ മര്യാദയ്ക്ക് പഠിച്ചില്ല എന്നുണ്ടെങ്കിൽ ഒരിക്കലും മുന്നേറാൻ പറ്റത്തില്ല എന്നുള്ളത്. അതുകൊണ്ട് ഞാൻ അന്നേ പഠനം നിർത്തി ശാന്തി എൻ്റെ പണിക്കിറങ്ങി. ശരിക്കും അത് അദ്ദേഹം പറഞ്ഞതിൽ ഒരു വികാരമുണ്ട്. കാരണം ഇന്ന് സവർണർ ഈക്വാലിറ്റി എന്ന് എപ്പോഴും പറയുമ്പോഴും ഒരു പക്ഷേ സാമ്പത്തികമായി ഉള്ളവരും ഇല്ലാത്തവരും എന്ന 2 ഭാഗങ്ങളായിരുന്നു തിരിക്കേണ്ടുന്നത്. ഇപ്പോൾ ജാതിയുടെ പേരിലുള്ള തിരിക്കേണ്ടുന്ന സന്ദർഭവും സാഹചര്യവും ഒക്കെ കഴിഞ്ഞു വന്നുകൊണ്ടിരിക്കുന്ന കാലമാണ്. ഇപ്പോൾ സവർണരൊക്കെ ഒന്നും ഇല്ലാണ്ടത്ത ഒരു അവസ്ഥയാണ്. അപ്പം സാമ്പത്തികമുള്ളവർ ഇല്ലാത്തവർ എന്ന 2 തട്ടി തിരിച്ചുകൊണ്ട് ഒരു പക്ഷേ അത്തരത്തിൽ ഈ നമ്മൾ പഠന കാര്യങ്ങളിലാണെങ്കിലും ഈ പറയുന്ന ആനുകൂല്യങ്ങളുടെ കാര്യങ്ങളിലൊക്കെ അത്തരത്തിൽ തിരിക്കേണ്ടുന്ന കാലം അതിക്രമിച്ചിരിക്കുന്നു. അതവിടെ നിൽക്കട്ടെ. ഇപ്പം അദ്ദേഹം പറഞ്ഞതുപോലെ അങ്ങനെ കൊച്ചുനാളിൽ തന്നെ ഞാൻ ഇതൊന്നും മേടിച്ചാൽ അധികം പഠനത്തിനൊന്നും പോയില്ല എന്നുള്ളത്. അപ്പോൾ ഈ തന്ത്രിമാർക്കൊക്കെ നമ്മൾ സമൂഹം കൊടുക്കുന്ന ഒരു ബഹുമാനമുണ്ട് അല്ലേ. ഇപ്പം ശ്രീജ ആദ്യ ഇടയ്ക്ക് പറഞ്ഞു ഇനി എനിക്ക് അയാളെ പോറ്റിന്ന് വിളിക്കാൻ തോന്നുന്നില്ല എന്ന്. കാരണം അദ്ദേഹത്തിൻ്റെ കർമ്മ എന്ന് പറയുന്ന ഒരു സംഗതി ഉണ്ടല്ലോ, അദ്ദേഹം ചെയ്ത പണികളുടെ ഇതുകൊണ്ടാണ് ആലോചിക്കാം. വീട്ടമ്മ തന്നെ ഇത്തരത്തിൽ എന്തുകൊണ്ടാണ് ഒരു പക്ഷേ ബഹുമാനപൂർവ്വം കണ്ടിരുന്ന സവർണർ എന്ന അപ്പുറം ദൈവത്തിനെ പൂജിക്കുന്ന, ദൈവത്തിനോട് ചേർന്ന് നിൽക്കുന്ന, അല്ലെങ്കിൽ എപ്പോഴും അവർ മന്ത്രജപം ജപിച്ചുകൊണ്ട് ദൈവത്തോട് ചേർന്ന് നിൽക്കുന്ന വ്യക്തികളായതുകൊണ്ട് എപ്പോഴും മേൽശാന്തിമാർക്ക്, അത് എല്ലാ പുരോഹിതന്മാർക്കും ഒക്കെ നമ്മൾ കൊടുക്കുന്ന മനുഷ്യന്റെയും ഇടയിൽ നിൽക്കുന്ന അല്ലെങ്കിൽ ഒരു മീഡിയേറ്റർ മാത്രം ആ രീതിയിൽ നിൽക്കുന്ന നല്ല മേൽശാന്തിമാരുണ്ട്, തന്ത്രിമാരുണ്ട്. അപ്പം അവരുടെ ഒരു കള്ളത്തരം, ഒരു കള്ളനാവുമ്പോൾ പിന്നെ ആ ഒരു പദവി ഇല്ലാണ്ടാവുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ തൈര് കൊടുക്കാൻ വന്നാൽ നല്ല കാര്യമാണ്, അടിയാണ് കൊടുക്കേണ്ടുന്ന സമയം. ഇയാൾക്ക് എന്തിനാണ് പുറത്തുനിന്ന് വാങ്ങിച്ചു കൊടുക്കുക? ഇയാൾ ജയിലിൽ കിട്ടുന്ന ഭക്ഷണം സാധാരണക്കാരെ പോലെ കഴിച്ചാൽ മതി. ഇനി ബ്രാഹ്മണനായതുകൊണ്ട് ഇനി തൈര് ഇത് ചെയ്യരുത്, ഇത് ഉള്ള മതി, ചമ്മന്തി ചോറും മതി, അതും വെജാണല്ലോ, അത് കഴിച്ചാൽ മതി, ഉള്ളത് അല്ല ഉപ്പും ചോറും കഴിച്ചാൽ മതി, അത് കഴിച്ചാൽ അത്രയേ ഉള്ളൂ. ഇത്രയും കട്ടുമുടിച്ച് തിന്നാന്നുണ്ടെങ്കിൽ ആ വ്യക്തിക്ക് അത്രയും കഴിച്ചാൽ തൈര് തന്നെ കൂട്ടി കഴിക്കണമെന്നൊന്നുമില്ല. പിന്നെ ഈ പറഞ്ഞതുപോലെ വേറൊരു കാര്യം കൂടെ അവിടെ ഇരിക്കുന്നു, ഇദ്ദേഹത്തിന് പുറത്തുനിന്നൊക്കെ ഭക്ഷണം വരുത്തരുത്. കാരണം അതിനകത്ത് അപ്പോഴേ തടയിട്ടു എന്നൊക്കെ വാർത്തകൾ വരുന്നുണ്ട്. അപ്പോഴേ അതിൻ്റെ പ്രധാനപ്പെട്ട വ്യക്തികൾ പിന്നീടാണ് അറിഞ്ഞത് എന്തിനാ കൊടുത്തതെന്നും പിന്നെ കൊടുത്തില്ല എന്നൊക്കെ ഉള്ളൊരു ഇത് വരുന്നുണ്ട്. പക്ഷേ പുറത്തുനിന്ന് ഭക്ഷണം വാങ്ങിച്ച് കൊടുക്കാൻ പാടില്ല. കാരണം ഇദ്ദേഹത്തിനാണ് ഇപ്പോൾ സുരക്ഷിതത്വം ആവശ്യമായിട്ടുള്ളത്, സുരക്ഷ ആവശ്യമായിട്ടുള്ളത്. കാരണം നമുക്കറിയാം ശിവശങ്കറുടെയൊക്കെ കാര്യം വന്നപ്പോൾ ആദ്യം ഈ പറയുന്ന സരിതയുടെയൊക്കെ കാര്യവും ഘോരഘോരമായിട്ട് പറഞ്ഞിരുന്നവരും ശിവശങ്കറിൽ നിന്ന് എന്തൊക്കെ കിട്ടുമെന്ന് പ്രതീക്ഷിച്ചിരുന്നവർക്കും പിന്നെ കിട്ടിയത് അദ്ദേഹം എല്ലാം ഏറ്റെടുക്കുന്ന ഒരു രീതിയാണ്. ഒരിക്കലും ശിവശങ്കർ ഒറ്റയ്ക്ക് ചെയ്യുന്ന കാര്യമല്ല എന്ന് പച്ചവെള്ളം കുടിക്കുന്ന മലയാളികൾക്കറിയാം. അപ്പോൾ അത്തരത്തിൽ CPM-നെതിരെ എന്തൊക്കെ വന്നിട്ടുണ്ടോ അതെല്ലാം മൂടി കെട്ടുന്ന ഒരവസ്ഥയിലേക്ക് പോയിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി പ്രധാനപ്പെട്ട കുറേ ഉദ്യോഗസ്ഥരും കുറേ പേര് ഇതിനകത്തുണ്ട് എന്നുള്ളത് ഇപ്പോൾ റിപ്പോർട്ട് സഹിതം വന്നു. ഇനി കൂടുതൽ തെളിവുകൾ കസ്റ്റഡി കൊടുത്തത് തന്നെ അതുകൊണ്ടാണ്. കൂടുതൽ തെളിവുകൾ വരുമ്പോൾ മാത്രമേ അറിയത്തുള്ളൂ. ഇനി പോലീസുകാരിൽ തന്നെ ഇദ്ദേഹത്തിന് ഭീഷണികൾ ആരെങ്കിലും ഉണ്ടോ എന്നുള്ളത് നമുക്കറിയില്ല. ഏതായാലും ഇദ്ദേഹത്തിന് മനമാറ്റം ഇനി എത്രത്തോളം പോകുമെന്നുള്ളതും അറിയില്ല. ഇനി വരും ദിവസങ്ങളിലെ നമുക്കറിയാം ഇത്രയും വലിയ ഘോരഘോരമായിട്ടുള്ള സംഭവങ്ങൾ വന്നിട്ട് പുലിയെ പോലെ വന്നിട്ട് പൂജയെ പോലെ പോയിട്ടുള്ള സന്ദർഭങ്ങളുണ്ട്. അതുകൊണ്ട് ഇതൊന്നും നമുക്ക് വിശ്വസിക്കാൻ പറ്റത്തില്ല. പോയത് പോയി എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇനി ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ഒരു ജീവന് തന്നെ ഒരു പക്ഷേ ഭീഷണി ഉണ്ടായിരിക്കാം. ഒരു പക്ഷേ അദ്ദേഹം ഇപ്പോൾ അന്വേഷണ സംഘവുമായിട്ട് സഹകരിക്കുന്നു എന്നുള്ളതാണ് വാർത്തകൾ. കാരണം അദ്ദേഹത്തിന് പിടിച്ചിരിക്കാൻ പറ്റിയില്ല എന്നുള്ളതാണ്. അദ്ദേഹം ആദ്യമൊക്കെ പിടിച്ചു നിന്നു. കാരണം അതിന് ഒരു കാരണമുണ്ട്. നമ്മൾ ആദ്യം മാധ്യമങ്ങളിൽ ചെന്നപ്പം അദ്ദേഹം പറഞ്ഞു ഞാൻ കോടതിയിൽ പറഞ്ഞോളാം എന്നൊരു അഹങ്കാര ഭാവമായിരുന്നു. പിന്നീടുള്ള ഉണ്ണികൃഷ്ണൻ പോറ്റിയെ നമ്മൾ കാണുന്നത് എങ്ങും നിലയില്ലാ കയത്തിലേക്ക് പോകുന്ന ഒരു വെള്ളം കിട്ടാത്ത ഒരു അവസ്ഥയിലേക്ക് പോകുന്ന ഉണ്ണികൃഷ്ണൻ. അവിടെ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് മനസ്സിലായി എന്നെ എല്ലാവരും കൈവിട്ടു എന്നുള്ളത്. ഒരു പക്ഷേ ഈ ഒരു SITയുടെ ചോദ്യത്തിന് മുന്നിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് പിടിച്ചു നിൽക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയിലേക്ക് പോയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് സ്വന്തം തടി രക്ഷപ്പെടുത്താൻ ഒരു സാക്ഷി എന്നുള്ള
എന്നുള്ള രീതിയിലെങ്കിലും, അല്ലെങ്കിൽ ശിക്ഷയെങ്കിലും ഇനി കുറച്ച് ശിഷ്ടകാലം ജീവിക്കണമെന്നുള്ളൊരു ബോധമൊക്കെ ഒരു പക്ഷേ ആരെങ്കിലും ഉപദേശിച്ചു കൊടുത്തിരിക്കാം. അത്തരത്തിലായിരിക്കും ഇനിയെല്ലാം തുറന്നു പറയാൻ പോകുന്നത്. എന്നാലും ഒരു കടുംപിടുത്തം കൊണ്ട് അത്രയ്ക്ക് അദ്ദേഹത്തെ വിശ്വസിക്കാനും പറ്റത്തില്ല. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ ജീവൻ ചിലപ്പോൾ ആപത്തിലായിരിക്കും. എല്ലാം തുറന്നു പറയുന്ന ഒരു ഘട്ടം ഉണ്ണികൃഷ്ണൻ പോറ്റി തെരഞ്ഞെടുക്കുന്ന ആ സന്ദർഭം മുതൽ വിനു വി ജോണിന് കഴിഞ്ഞ ദിവസം ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ഈ അഭിഭാഷകൻ എന്നൊരു മെസ്സേജ് വന്നിരുന്നു. എൻ്റെ കക്ഷി ഇത് ചെറിയ മീൻ മാത്രമാണ് എന്ന് പറയുന്നുണ്ട്. അതായത് അതിനർത്ഥം ഇതിന് പിന്നിൽ വലിയ തീർച്ചയായിട്ടും ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ഇപ്പൊ പ്രധാന കക്ഷിയായിട്ട് ചേർത്തിരിക്കും. പ്രധാന പ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റി അല്ല. ഉണ്ണികൃഷ്ണൻ പോറ്റി ഒരു ഇടനിലക്കാരൻ മാത്രമാണ്. ഉണ്ണികൃഷ്ണൻ പോറ്റി പിടിച്ചു എന്നുള്ളതേ ഉള്ളൂ. ഉണ്ണികൃഷ്ണൻ പോറ്റി സ്പോൺസർ ആയതുകൊണ്ടും അയാൾ കൊണ്ടുപോയി എന്ന് എഴുതി വെച്ചതുകൊണ്ടും അദ്ദേഹത്തിനെ പിടിച്ചു. പക്ഷേ ഇത് ഏർപ്പെടുത്തിയതും ഇത് ഗൂഢാലോചന നടത്തിയതും ഒക്കെ ഇതിന് പിന്നിലുള്ളവരാണ്. അപ്പോൾ പോറ്റി പറഞ്ഞു, എനിക്ക് ഓക്കെ, ഞാൻ എല്ലാം ചെയ്തു തരാം, എനിക്ക് ഇത്ര പെർസെൻറ്റേജ്. അദ്ദേഹം ഒരു മീഡിയേറ്റർ മാത്രമാണ്. അപ്പോൾ ഇതൊരു ചെറിയ അത് പോറ്റി ഇറങ്ങിയപ്പോൾ തന്നെ പെട്ടെന്ന് മാധ്യമങ്ങളോട് പ്രതികരിച്ചു കണ്ടോ. പോലീസ് അത് സമ്മതിക്കാതെ അകത്തോട്ട് കൊണ്ടുപോയപ്പം പറഞ്ഞ ഞാൻ എന്താണ് പലതും പുറത്ത് പറയും, പല ആൾക്കാരും ഇതിനകത്ത് എന്നെ കുടുക്കിയവർ ഉണ്ട്, ഞാൻ പുറത്ത് പറയുന്നുള്ള അതിൽ തന്നെയുണ്ട്. കുടുക്കിയവർ പല ആൾക്കാരാണ്. അവരൊക്കെ എന്താ പറയുന്നത്, വിയർത്ത് കുളിച്ച് തന്നെ ഇരിക്കുകയാണ്. ഏത് നിമിഷവും ഒരു പക്ഷേ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ജീവന് പോലും അത് നമ്മൾ അപ്രതീക്ഷിതമായിട്ടുള്ള സന്ദർഭത്തിലായിരിക്കാം. അതുകൊണ്ട് അദ്ദേഹം കസ്റ്റഡിയിൽ തന്നെ ഇരിക്കുന്നതെന്നല്ല, എല്ലാ ഇതും അന്വേഷിച്ച് അറിഞ്ഞതിന് ശേഷം അദ്ദേഹം പുറത്തു വരുന്നതായിരിക്കും അദ്ദേഹത്തിൻ്റെ സേഫ്റ്റിക്ക് നല്ലത്. ഏതായാലും ഉണ്ണികൃഷ്ണൻ പോറ്റി ഒരു ചെറുമീനം തന്നെയാണ്. ആ പോറ്റിയുടെ അഡ്വക്കേറ്റ് പറഞ്ഞ കറക്റ്റ്. ഇതിൻ്റെ പിന്നിൽ വലിയ മീനുകളുണ്ട്. ആ വലിയ മീനുകൾ തെരഞ്ഞെടുപ്പിന് മുന്നേ പിടിക്കപ്പെടുകയാണെങ്കിൽ ഒരുപക്ഷെ VSന്റെ കാലത്തോളം കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം നിന്നു എന്ന് പറഞ്ഞത് ചിലപ്പോൾ സത്യമായിട്ട് വരാൻ സാധ്യതയുണ്ട്. തീർച്ചയായിട്ടും ഒരു ഉണ്ണികൃഷ്ണൻ പോറ്റിയിൽ തട്ടിയിൽ ഒരു പക്ഷേ കമ്മ്യൂണിസ്റ്റിന്റെ അധപ്പതനം സംഭവിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണെന്നാണ് വ്യക്തമാകുന്നത്. എനിക്കൊരു കാര്യം കൂടെ പറയാനുണ്ട്. കലിയുഗ വരദൻ ഞാൻ ഇടയ്ക്ക് പറഞ്ഞല്ലോ, തീർച്ചയായിട്ടും അത് സത്യമാണ്. കലിയുഗ വരദൻ ഈ ഒരു കലികാലത്ത് ഒരു പക്ഷേ പരസ്പരം വെട്ടും കുത്തും അല്ലെങ്കിൽ പണത്തിനും വേണ്ടിയിട്ട് നടക്കുന്ന ഒരു ഫാസ്റ്റ് ലൈഫാണ് നമ്മുടെയൊക്കെ. ഓരോ യുഗങ്ങളുണ്ടെന്ന് പറയുമ്പോഴും കലിയുഗം അങ്ങനെയാണോ, ഇതിനെയൊക്കെ പറ്റി നമ്മളൊക്കെ ചിന്തിക്കുന്നതിനും അപ്പുറമാണ്. ഇന്നത്തെ ഒരു സാമൂഹിക പരിസ്ഥിതിയൊക്കെ നോക്കുമ്പോൾ സഹോദരങ്ങൾ തമ്മിൽ ഒരു പക്ഷേ സ്വത്തിന് വേണ്ടിയിട്ടുള്ള ആർത്തി കാണിക്കലും അല്ലെങ്കിൽ പരസ്പരം വെട്ടും കുത്തും പ്രണയിക്കുന്നവർ പരസ്പരം കൊന്നും കൊലവിളിച്ചും നടക്കുന്ന ഈ ഒരു യുഗത്തെ കലിയുഗം എന്ന് തന്നെ നമുക്ക് വിളിക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ കലിയുഗ വരദൻ എന്ന് പറയുമ്പോൾ ഇതിനെയൊക്കെ രക്ഷിതാവായിട്ടാണ് നമ്മളെപ്പോഴും അയ്യപ്പനെ കാണുന്നത്. ഒരു പക്ഷേ ആ കലിയുഗവരദനെ നേർക്കാണ് ഇത്തരത്തിലുള്ള കൊള്ള നടത്തിയത്. ആ ഒരു സ്വത്തിന് വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള ഇത്തരത്തിലുള്ള കൊള്ളത്തരം നടത്തിയത്. അപ്പോൾ തീർച്ചയായിട്ടും ഈ കലിയുഗത്തിൽ അവതരിച്ച കലിയുഗവരദൻ്റെ യഥാർത്ഥ ശക്തി എന്താണെന്ന് ഒരു പക്ഷേ CPM കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇന്നലെ EP ജയരാജൻ അറിയാണ്ട്, ഇവരുടെയൊക്കെ വായിന്ന് അറിയാണ്ട് പറയുന്ന ചില വാക്കുകളുണ്ട്. 2018 ശേഷമാണല്ലോ ഇത്തരത്തിലുള്ള കൊള്ളത്തരം നടന്നത്, അതിന് മുന്നേ ഇല്ലല്ലോ എന്ന്. അപ്പം ഇത്തരത്തിൽ അറിയാണ്ട് ഇവരൊക്കെ പറയുന്ന ചില വാക്കുകളുണ്ട്, അറിയാണ്ട് വന്നു പോകുന്നതാണ്. പോറ്റി ഉൾപ്പെടെ ആവശ്യമില്ലാതെ കൊണ്ടുപോകുന്നു ചൊറിയാൻ ഹൈക്കോടതിയിലോട്ട് അങ്ങോട്ട് പെറ്റീഷൻ കൊടുത്ത് എൻ്റെ പീഠം കാണാനില്ലേന്ന്. അപ്പം ഇതാണ് നമ്മൾ ചിന്തിക്കാത്ത ഒരു മായാലോകത്തിലൊക്കെ തന്നെയാണ് നമ്മളൊക്കെ ഉള്ളത്. ആ മായാലോകത്തിൽ ഒരു പോസിറ്റീവ് എനർജി, അത് ഈശ്വരൻ എന്ന് നമുക്ക് പറയാം. തത്വമസി എന്ന് അവിടെ എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ തന്നെയാണ് നീ എന്നുള്ളത് വരുമ്പോൾ അവിടെ ഓരോരുത്തരുടെയും മനസ്സിൽ ഈശ്വരൻ എന്ന് പറയുന്നൊരു ചിന്തയുണ്ട്. അപ്പോൾ ഈ പോറ്റിയുടെയൊക്കെ ഉള്ളിൽ ഒരു ഭാഗം ഈശ്വര ചിന്തയും ഒരു ഭാഗം കുറേ അധികം ഭാഗം സാത്താനും ഉള്ളത് കൊണ്ടാണ്. പക്ഷേ ഈശ്വരൻ ഇടയ്ക്കിടയ്ക്ക് വരുമ്പം ഈശ്വരൻ ഒന്ന് പ്രത്യക്ഷപ്പെടുമ്പോഴാണ് ഈ സത്യമൊക്കെ ഇങ്ങ് പുറത്ത് വരുന്നത്. തീർച്ചയായിട്ടും ഈ SITയുടെ ചോദ്യങ്ങളുടെ മുന്നിലൊന്നും പോറ്റിക്ക് പിടിച്ചു നിൽക്കാൻ പറ്റത്തില്ല. പോറ്റിയുടെ ജീവനും ഭീഷണി തന്നെയുണ്ട്. മാത്രമല്ല ശബരിമലയിലെ കൊള്ള അത് ഓരോ ദിവസം കഴിയും തോറും നമുക്കൊക്കെ പ്രതീക്ഷിക്കുന്നതിൽ അപ്പുറത്തൊക്കെ ഉള്ള ഇതാണ്. പക്ഷേ ഈ മാധ്യമങ്ങൾ ചോദിക്കാറുണ്ട്, ഈ ഒരു സന്ദർഭവുമായി ബന്ധപ്പെട്ട് വൃശ്ചിക മാസത്തിൽ തിരക്ക് കുറയുമോ, അല്ലെങ്കിൽ ഒരു വിശ്വാസത്തിനെതിരെയല്ലേ വന്നിരിക്കുന്നത്, ഇത്തരത്തിലുള്ള എന്നല്ല ഒന്നുമില്ല. ഇന്ന് നമ്മൾ കണ്ടതാണ് പഴയതിലും അധികം, അല്ലെങ്കിൽ കഴിഞ്ഞ വർഷത്തേലും അധികം തന്ത്രിയെ തെരഞ്ഞെടുക്കുന്നതിൽ പോലും എന്തോരം ജനമാണ് അവിടെ. അയ്യപ്പനെ നേരിട്ട് കണ്ട അയ്യപ്പ നിന്നെ പറ്റിച്ചവരെ നീ കാത്തോളനെ എന്നുള്ളൊരു പ്രാർത്ഥനയും കൂടെ ഉള്ളൂ. അത് നേരിട്ടൊന്ന് പറയാൻ വേണ്ടി തന്നെ എത്രയോ അല്ല, എനിക്ക് ഒന്നേ പറയാനും, വിശ്വാസികൾ അയ്യപ്പന് ഈ പറയുന്നോണോ സ്വർണവും വജ്രവും ഒന്നും നിങ്ങൾ കൊണ്ടുകൊടുത്താൽ പ്രീതിപ്പെടുത്തുക. അത് ചില ജ്യോതിഷന്മാരോ എന്തെങ്കിലുമൊക്കെ പറയുന്ന നേർച്ചയുടെ പുറത്തൊക്കെ വരുന്നത്. അയ്യപ്പന് ഇതൊന്നുമല്ല. നിങ്ങൾ നിങ്ങളുടെ
മനസ്സറിഞ്ഞ് നോമ്പൊക്കെ നോറ്റ് അവിടെ ചെന്നിട്ട് ആ മലയൊക്കെ കയറിയിട്ട് നിങ്ങളുടെ ഉള്ളിലുള്ള നിങ്ങളുടേതായ ഉള്ളിലുള്ള എന്തെങ്കിലും ഒരു കാര്യം, അതായത് പറയുന്ന സ്വർണം പണം ഒരു കർപ്പൂരമാണെങ്കിലും അതായിരിക്കും അദ്ദേഹത്തിന് ഏറ്റവും പ്രിയപ്പെട്ടത്. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യണമെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും പാവങ്ങൾക്ക് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു നന്മ പ്രവൃത്തി ചെയ്താൽ ഒരുപക്ഷെ അതിലായിരിക്കും കലിയുഗ വരദൻ കടാക്ഷിക്കുന്നത്, തൃപ്തിപ്പെടുക എന്നുള്ളതാണ്. എന്തായാലും തീർച്ചയായിട്ടും നമുക്ക് കണ്ടു തന്നെ കാത്തിരുന്ന് തന്നെ കാണേണ്ടതുണ്ട്. കാരണം കണ്ടു തന്നെ പോവുകയുള്ളൂ. ഈ കർമ്മം ഇവിടെ തന്നെ അവസാനിച്ചു പോകുന്നതാണ് എപ്പോഴും നല്ലത് എന്നുള്ളതാണ്. എന്തായാലും ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ഒരു പാവയാക്കി നിർത്തിക്കൊണ്ട് പിന്നിൽ പ്രവർത്തിച്ച എല്ലാവരും മുന്നിൽ വരുമെന്ന കാര്യത്തിൽ സംശയമില്ല. നമ്മൾ അടിയുറച്ച് വിശ്വസിക്കുന്നവരെല്ലാവരും ഓരോന്നായി ഓരോ ദിവസം പുറത്തു വരുമെന്ന് കാത്തിരുന്ന് കാണാം. മറ്റ് അപ്ഡേഷനുകൾ അടുത്ത ചർച്ചയിൽ അറിയിക്കുന്നു.